ഈ മാംസഭുക്കുകൾ 7 ദിവസമെങ്കിലും മാംസഭക്ഷണം ഒഴിവാക്കിയാൽ മാത്രമേ ശുദ്ധമാകുന്നുള്ളൂ. തലേ ദിവസം കഴിക്കാതെന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പിന്നെ എളുപ്പം ചോദിക്കും അത് മതിയോ എന്ന് വെച്ചാൽ അതിൽ കൂടുതൽ ഒക്കത്തില്ലേ എന്നാണ് പറഞ്ഞത്. ബലിക്ക് വേണ്ടി തയ്യാറാകുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും അത് നമ്മൾ പറഞ്ഞറിയിക്കാനൊക്കില്ല. അത് നമ്മൾ അത്രയും അങ്ങനെ ബോധത്തോടെ നിൽക്കും. ഇതൊരു നാശം പിടിക്കാൻ ഇങ്ങനെ അങ്ങനെയല്ല. ഇപ്പൊ ഈ ഓരോരുത്തർ ബലിയിട്ടിട്ട് പോകുന്ന പറയുന്നത് ശിവരാത്രിക്കൊക്കെ മണപ്പുറത്ത് പോയി ബലിയിടാൻ തൊട്ടിപ്പുറത്ത് ഹോട്ടലിൽ കയറി നോൺ കഴിക്കും അല്ലേ? അതെ, അതിന് ഇതൊന്ന് കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ട് തിരിച്ചു പോരും വഴി നിറച്ച് തട്ടുകട. അതേ പറഞ്ഞത്. ഞാനും അങ്ങനെ തന്നെ. ശരി, ബലിതർപ്പണം മരിച്ചുപോയ പൂർവികർക്ക് വേണ്ടിയിട്ട് വർഷാവർഷവോ അതല്ലാതെയോ ഇപ്പൊ ശിവരാത്രി ഉണ്ട്, കർക്കിടക വാവുണ്ട്, ഇങ്ങനെ ബലിയിടുന്നവരുണ്ട്. ഇപ്പം ഈ അടുത്തിടെ ഞാൻ കേട്ട ഒന്നാണ് ക്ഷേത്രപിണ്ഡ ശൈലിയിൽ ബലിതർപ്പണം. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇതെന്താണെന്നുള്ളൊരു കറക്റ്റ് മറുപടി എനിക്ക് എവിടെ നിന്നും കിട്ടിയിട്ടില്ല. അതെന്താണെന്നൊന്ന് വിശദീകരിച്ച് തരാമോ? ക്ഷേത്രപിണ്ഡ ശൈലിയിൽ ബലിയിടുക എന്നുള്ളതാണ് ഏറ്റവും ശാസ്ത്രീയമായ ബലി. നമ്മൾ ക്ഷേത്രപിണ്ഡ ശൈലിയിൽ ബലിയിടുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ മരിച്ചിട്ടുണ്ടാവണമെന്നൊന്നുമില്ല. മുൻഗാമികൾക്ക് വേണ്ടി ഇടാം. അത് ഈ കർക്കിടകവാവിനും അത് തന്നെയാണ്. ഞങ്ങളൊക്കെ ബലിയിടുമായിരുന്നു 2.5 വയസ്സായപ്പോൾ തൊട്ട്. മാതാപിതാക്കളൊക്കെ ഇരിക്കുക എപ്പോഴും അവരുടെ പൂർവികർക്ക് വേണ്ടി. അപ്പം നമ്മളുടെ മുൻഗാമികൾക്ക് വേണ്ടി, മരിച്ചു പോയിരിക്കുന്ന മുൻഗാമികൾക്ക് വേണ്ടി ഇടുന്നതാണ് ബലിതർപ്പണം. അപ്പോൾ അതിൽ ബലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി ഇങ്ങനെ പറയേണ്ടി വരും. ഇപ്പം ക്ഷേത്രപിണ്ഡ ശൈലിയിലുള്ള ബലിയെക്കുറിച്ച് മാത്രം നമുക്ക് സൂചിപ്പിക്കാം. അത് വിശാലമായ ഒരു പ്രക്രിയയാണ്. നമ്മുടെ പൂർവികരിൽ മാതാപിതാക്കളുടെ തൊട്ട് അങ്ങോട്ട് 4 തലമുറയ്ക്ക് ബലിയിടുക. ശരിക്കും സൂക്ഷ്മമായിട്ട് അച്ഛൻ അല്ലെങ്കിൽ അച്ഛൻ്റെ പൂർവികരാണെങ്കിൽ അവർ ജീവിച്ചിരിക്കുന്നവർക്ക് അപ്പുറമുള്ളവർ, അവർക്ക് അങ്ങനെ ഒരു 4 തലമുറയുടെ പേര് നാളെ പറയണം. അപ്പൂപ്പൻ്റെ പേര്, അപ്പൂപ്പൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും പേര്, അങ്ങനെ പോകും. മനസ്സിലായില്ലേ? ഇപ്പോൾ അമ്മ മരിച്ചവർക്കാണെങ്കിൽ അമ്മയുടെ നാളും ജന്മനാള്, മരണനാള്, അമ്മയുടെ അച്ഛനും അമ്മയും അവരുടെ ഇങ്ങനെ പോകും മുന്നോട്ട് അങ്ങോട്ട്. അപ്പം നമ്മൾ അത്രയും സൂക്ഷിച്ചിരിക്കണം. ഇതൊന്നും അറിയില്ലെങ്കിൽ തിരുവോണ നക്ഷത്രം പറഞ്ഞതങ്ങ് ചെയ്യും. അപ്പോഴതിന് ഫലമുണ്ടാകും സങ്കല്പം കൊണ്ട്. അപ്പോഴാ ബലി നമ്മൾ ചെയ്തിട്ട് ആ ബലിയുടെ വളരെ പ്രധാനമാണിത്, വളരെ എഫക്റ്റീവാണ്. ഒരുവിധപ്പെട്ട എല്ലാ പിതൃദോഷങ്ങളും ഇതോടുകൂടി മാറും. കാശിയിൽ നമുക്ക് പോയി ചെയ്യാം, രാമേശ്വരത്ത് പോയി ചെയ്യാം. ഇവിടെയൊക്കെ വിശാലമായിട്ട് ഇതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. അതിൻ്റെ അടുത്ത ഘട്ടം ഇങ്ങനെ ഞാൻ പറഞ്ഞ ഇത്രയും തലമുറകൾക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ആശ്രിതർ മരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ബലി, മരിച്ചുപോയ ആശ്രിതരുണ്ടെങ്കിൽ മരിച്ചുപോയ ഗുരുക്കന്മാർക്ക് ബലി. പിന്നെ ഈ ഭൂമുഖത്തിൽ എവിടെയെങ്കിലുമൊക്കെ ജീവിച്ച് മരിച്ചിട്ട് ആരും ബലി ഇടാനില്ലാതെ അനാഥമായിട്ട് പോയിരിക്കുന്നവർക്കെല്ലാം അവരുടെ എല്ലാം ആത്മാക്കൾക്ക് ബലി. സൂക്ഷ്മ ശരീരത്തിൻ്റെ പ്രഭാവം കൂടി എവിടെയെങ്കിലും ശുദ്ധമായി ജനിക്കാനും ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ മോക്ഷമുണ്ടാകാനായിട്ടൊക്കെ എന്നാണ് സങ്കല്പിച്ചിട്ട് ബലി. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ മരിച്ചുപോയ ഗുരുക്കന്മാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ബലി. പിന്നെ നമ്മൾ വളർത്തിയിരിക്കുന്ന ജന്തുക്കളും ഒക്കെ മരിച്ചിട്ടുണ്ടെങ്കിൽ അവയ്ക്ക് ബലി. സസ്യജാലങ്ങൾ നമ്മൾ കൊല്ലുകയോ അല്ലെങ്കിൽ മരിച്ചു പോവുകയോ ചെയ്ത ജന്തുക്കളൊക്കെ ഉണ്ടല്ലോ. പിന്നെ സസ്യജാലങ്ങൾക്ക് വേണ്ടി നമ്മൾക്ക് ഈ ആഹാര വസ്തുക്കളൊക്കെ എത്രയോ നെല്ലും വാഴയും ഒക്കെ ഉണ്ടല്ലോ, ഇവയൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. ഇവയ്ക്കെല്ലാം ഓർമ്മിപ്പിക്കുന്ന അത്രയും കൃതജ്ഞതയോടുകൂടി ജീവിക്കണം എന്നുള്ളൊരു ഓർമ്മിപ്പിക്കലാണ്. നമ്മൾ അത്രയും ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മളൊരു പുതിയ ഒരാളാകും. ആ സംസ്കൃത ശ്ലോകങ്ങളുടെയൊക്കെ അർത്ഥവും കൂടി മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഗുണമാണ്. പിന്നെ നമ്മളത് അത്രയും ആത്മസമർപ്പണത്തോടെ ചെയ്യണം. ഒരു ഊഴിയം പോക്കാനുള്ള ചെയ്ത്താവരുത്. നമ്മൾ അത്രയും സമർപ്പണത്തോടു കൂടി ചെയ്യണം. അത്രയും ശുദ്ധ ഹൃദയത്തോടെ സമർപ്പിതവരെയൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് ചെയ്യണം. എത്രമാത്രം കൃതജ്ഞതയോടുകൂടിയാണ് ഈ ഭൂമുഖത്ത് നമ്മൾ ജീവിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ക്ഷേത്രപിണ്ഡ ശൈലിയിലുള്ള ബലി. ഇതിടുമ്പോൾ തന്നെ വ്യക്തിക്കൊരു പരിവർത്തനം ഉണ്ടാകും. എൻ്റെ നോട്ടത്തിൽ ആരെല്ലാം പോയിട്ട് ഇങ്ങനെ ഇത്രയും വിശാലമായി സമ്പൂർണതയോടുകൂടി ബലിയിട്ടിട്ടുണ്ടോ അവർക്കെല്ലാം ഗുണം കിട്ടിയതായിട്ടും, അതിനെ ഗുണം കിട്ടുമെന്ന് വെച്ചാൽ അവരുടെ പ്രായോഗിക ജീവിതത്തിൽ പല വിധത്തിലുള്ള നന്മകളും ഉണ്ടായി. ഒരുപാട് കാര്യങ്ങളിൽ ഒരു വലിയ രൂപാന്തരം ഉണ്ടായിട്ടുണ്ട്. അതിനേക്കാൾ ഉപരി ഇവരുടെ ജീവിതവും സ്വഭാവവും എല്ലാം മാറും. കാഴ്ചപ്പാടുകൾക്ക് മാറ്റം ഉണ്ടാകും. കാരണം ഇതിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞു കൊടുക്കുകയും കൂടെ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്,
എന്ന് പറയുന്നത്. നമ്മൾ അത്രയും ശുദ്ധതയോടുകൂടി തലേദിവസം മാത്രമൊന്നും നോൺ വെജ് കഴിക്കാതിരുന്നിട്ടൊന്നും പോയാൽ ഒക്കെയില്ല. കാരണം നമ്മളൊരു 7 എങ്ങനെയാണെന്നുള്ളത് ഒരു സംശയം. ഒരു 7 ദിവസമെങ്കിലും ഈ മാംസഭുക്കുകൾ 7 ദിവസമെങ്കിലും മാംസഭക്ഷണം ഒഴിവാക്കിയാൽ മാത്രമേ ശുദ്ധമാകുന്നുള്ളൂ. തലേദിവസം കഴിക്കാതെന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പിന്നെ എളുപ്പം ചോദിക്കും അത് മതിയോ എന്ന് വെച്ചാൽ അതിൽ കൂടുതൽ ഒക്കത്തില്ലേ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് മതിയോ ജ്യോത്സ്യരെ അല്ലേ സാറേ? അപ്പോൾ അവർ ചോദിച്ചത് എന്താ? അകത്തെ ഒരു അർത്ഥം, ആന്തരിക അർത്ഥം, അതിൽ കൂടുതൽ എനിക്ക് പറ്റുകയില്ല എന്നാണ്. അപ്പോൾ നമ്മൾ ആയിക്കോളൂ എന്ന് പറയാനേ നിർവാഹമുള്ളൂ. നമ്മൾ ഒരിക്കലെടുക്കുക എന്ന് പറഞ്ഞിട്ട് അരിയാഹാരം ഉപേക്ഷിച്ചിട്ടല്ലേ ശരിക്കും? അങ്ങനെ. പക്ഷേ മാംസഭക്ഷണം നമ്മുടെ ആസുരീയതയിൽ നിന്ന് സാത്വികതയിലേക്കുള്ള, തമോ ഗുണത്തിൽ നിന്ന് സത്വഗുണത്തിലേക്കുള്ള ഒരു യാത്ര അവിടെ ഉണ്ടായിരിക്കണം. അതിന് 7 ദിവസമെങ്കിലും നമ്മൾ ഇത് കഴിക്കാതിരുന്നിട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ബലിക്ക് ഇരിക്കുന്നത് പോലെ നമുക്ക് അത്ര അറിയാനൊക്കെ കോൺഷ്യസ്നെസ് ഒരുപാട് കൂടും. കാരണം ആ ബലിക്ക് വേണ്ടി തയ്യാറാകുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും അത് നമ്മൾ പറഞ്ഞറിയിക്കാനൊക്കില്ല. അത് നമ്മൾ അത്രയും അങ്ങനെ ബോധത്തോടെ നിൽക്കും. ഇതൊരു നാശം പിടിക്കാൻ ഇങ്ങനെ അങ്ങനെയല്ല. ഇപ്പൊ ഈ ഓരോരുത്തർ ബലിയിട്ടിട്ട് പോകുന്ന പറയുന്നത് ശിവരാത്രിക്കൊക്കെ മണപ്പുറത്ത് പോയി ബലിയിടാൻ പൊട്ടിപ്പുറത്ത് ഹോട്ടലിൽ കയറി നോൺ കഴിക്കും അല്ലേ? അതെ, അതിന് ഇതൊന്ന് കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ട് തിരിച്ചു പോരും വഴി നിറച്ചിട്ട്. അതേ പറഞ്ഞത്. ഞാനും അങ്ങനെ തന്നെ. അപ്പൊ അതല്ല, നമ്മൾ അത്രയും അതൊന്നും ചിന്തയേ വരാൻ പാടില്ല. ഇത് കഴിഞ്ഞിട്ട് വേണം, അത് ചിന്തയില്ല. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അല്ല, അങ്ങനെയാണ്. അല്ല, ആളുകൾ ഭൂരിപക്ഷം അങ്ങനെയാണ്. പിന്നെ സാറിന്റെ അഭിപ്രായത്തില് നമ്മളിപ്പോ മണപ്പുറത്ത് ശിവരാത്രി ബലി അവിടെ മണപ്പുറത്ത് പോയി ശിവരാത്രിക്കുണ്ടല്ലോ, അവിടെ ഈ തിക്കിലും തിരക്കിലും ചെന്ന് ക്യൂ നിന്ന് ശരിക്കും ഞാൻ 2-3 തവണ ബലിയിടാൻ പോയിട്ടുള്ള, ഇപ്പൊ ഒരു തുടർച്ചയായിട്ടൊരു 3 വർഷമായിട്ട് ബലിയിടാൻ പോകുന്നത് അവിടെ തന്നെയാണ്. പക്ഷെ അതിലൊരു പൂർണ്ണത എനിക്ക് കിട്ടാറില്ല. നമുക്കതല്ലെങ്കിൽ തിരക്കില്ലാത്തൊരു അമ്പലത്തിലോ എവിടെയെങ്കിലും പോയി അമ്പലത്തിലൊന്നുമല്ല, അതിന്റെ സൂക്ഷ്മമായ രീതി നമ്മൾ വീട്ടിൽ ബലിയിടണം. അതെങ്ങനെയാ ചെയ്യേണ്ടത്? വീട്ടിൽ ബലിക്കുള്ള കുറേ അറിവ് കാര്യങ്ങളുണ്ട്, അതിന്റെ നിഷ്ഠകളുണ്ട്. അത് പാലിച്ച് പറഞ്ഞു തരാൻ അതിനെ പറ്റി ഒരു കർമ്മിയെ നമ്മൾ വീട്ടിൽ വിളിച്ചിട്ട് അവർക്ക് പ്രത്യേക ദക്ഷിണ കൊടുത്താൽ അദ്ദേഹത്തിന് ഒരു സഹായം, സന്തോഷം. ഇങ്ങനെ എല്ലാവരും ചെയ്യണം. എല്ലാം കടപ്പുറത്ത് കൊണ്ടുപോയി അല്ലെങ്കിൽ പുഴയോരത്ത് പോയി ചെയ്യണമെന്നൊന്നുമില്ല. അത് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല. അതൊരു കാട്ടിക്കൂട്ടലായിട്ട് എനിക്ക് അത് പണ്ട് 27 വർഷം ഞങ്ങളൊക്കെ ഈ കർക്കിടക വാവിനൊക്കെ വീട്ടിൽ ബലിയിടുന്നവരാണ്. അപ്പോൾ പണ്ടൊക്കെ ബലി ചേർത്ത് വെച്ച ആചാരമായിരുന്നു. ഒത്തിരി പേര്, എൻ്റെ 1990 വരെ ഞങ്ങളുടെ വീട്ടിൽ മാസം തോറും ഒരു 4-5 ബലി നടക്കും. പിന്നെ വാർഷിക ബലി ആകെപ്പാടെ ബലിയാണ്. അപ്പോൾ ചാർത്തൊക്കെ വെച്ചിട്ട് അച്ഛനും കൃത്യമായി പറയും, എല്ലാവരും അച്ഛൻ്റെ കൊച്ചച്ഛനോ അച്ഛനോ ഒക്കെ ബലിയിടും, ഞങ്ങളെ നിർത്തി ചെയ്യിപ്പിക്കും, ഞാനും ജ്യേഷ്ഠനും ഒക്കെ ചെയ്യും. ഇങ്ങനെയൊക്കെയായിരുന്നു സമ്പ്രദായം. പിന്നീട് അതങ്ങ് നിന്നു. പിന്നെ അത് കുറഞ്ഞു വളരെ കുറഞ്ഞു, തീരെ കുറവായി. ഇപ്പം പിന്നെ ബലി കർക്കിടകത്തിനുള്ള ബലി മാത്രമേ ഉള്ളൂ എന്നായിട്ടുണ്ട്. അപ്പോൾ 97 ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന് കടപ്പുറത്ത് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലത്തെ ബലി കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ കഴിഞ്ഞപ്പോൾ അയാൾ പോകാൻ ഒരുങ്ങി വരുന്നേ ഉള്ളൂ. അയാളുടെ കൂടെ ബലി കാണാൻ പോയി കഴിഞ്ഞപ്പോൾ വളരെ വിചിത്രമായി തോന്നി എനിക്ക്. അപ്പോൾ ആ ശ്ലോകം പോലും ശാന്താകാരം ഭുജഗശയനം ചൊല്ലുന്നത് തന്നെ അതുപോലും ശരിയല്ല എന്ന് ചൊല്ലുന്നിട്ട് അത് ഞാനിപ്പോൾ കേട്ടാൽ ഈ വീഡിയോ കാണുന്നവരെല്ലാം ചിരിക്കും. ഞാനിതൊക്കെ വീട്ടിൽ ഗോഷ്ഠിയായിട്ട് കാണിക്കും പണ്ടൊക്കെ. ആ ശാന്താരം പൂജയനം പപ്പനാവെന്ന് പറഞ്ഞുകൊണ്ട് ചൊല്ലുന്ന ഒരു സമ്പ്രദായം. എന്നിട്ട് അയാൾ ആ ചിങ്കിടിയെ കണ്ണ് കാണിക്കുന്നു. കൂടുതൽ ആളുകൾ അങ്ങോട്ട് പോകുന്നു, ആ സ്ഥലത്തേക്ക് വന്ന് ഇങ്ങോട്ട് വന്ന് വിളിക്കാൻ, എന്നിട്ട് അമർഷം കാണിക്കും, എന്തിനാണ് നിൽക്കുന്നത് ഇങ്ങനെയൊക്കെ. എന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നു എന്ന് കാണുമ്പോഴുണ്ടല്ലോ, അപ്പോൾ പറയും തിരിഞ്ഞിരിക്കുക, ബലിയെടുക്കുക, കൊണ്ടുപോവുക, വെള്ളത്തിൽ കിടുക, ഇത് തന്നെ പറയും. അപ്പം ഞാൻ മാറിയത് കാഴ്ചക്കാരനായിരിക്കുക, ഞാൻ ബലിയിലില്ലല്ലോ, ബലി ഇടുന്നില്ല. അപ്പം എൻ്റെ കൂടെ വന്നവനല്ലേ ഇടുന്നത്. അപ്പോഴെനിക്ക് മനസ്സിലായി ഇതിൻ്റെ ആ ഫൂളിഷ്നെസ് വളരെ വലുതാണ്. നമ്മൾക്ക് അതിൻ്റെ ശാസ്ത്രീയത നശിപ്പിക്കുക. ഇതൊക്കെ അടുത്ത ജന്മങ്ങളുണ്ടെങ്കിലും അവിടെ പോയി ദോഷം, അതിൻ്റെയൊക്കെ ഫലം അനുഭവിക്കേണ്ടി വരും. പറ്റിക്കുകയല്ലേ ചെയ്യുന്നത്, വളരെ ദോഷമാണത്. അത് വരാതിരിക്കാൻ നോക്കണം. ഇപ്പോൾ തന്നെ എനിക്കറിയാവുന്ന ഒരു പയ്യൻ തന്നെ അവൻ്റെ പൂർവ്വജന്മ ജ്യോതിഷം നോക്കിയപ്പോൾ പറഞ്ഞിരുന്നത് തന്നെ കലിംഗദേശത്തെ ഒരു പൂജാരിയായിരുന്നു, വൈഷ്ണവ പൂജാരിയായിരുന്നൊക്കെ അതിനുശേഷം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അമിതമായി പൂജ ചെയ്തു. ഈ പുരി ജഗന്നാഥ ക്ഷേത്രമാണ് പറയുന്നത്. ഇപ്പോഴും അവിടുത്തെ പൂജാരിമാർക്ക് വലിയ മാറ്റം വന്നതായിട്ട് പറയുന്നില്ല പലരും. അമിതമായി പൂജ ചെയ്തു, വേണ്ടാത്ത പൂജകൾ ചെയ്തു, അങ്ങനെ 2 തരത്തിൽ ഒത്തിരി പൈസ ഈടാക്കി. അതിനുശേഷം ഈ വിഷ്ണുവിൻ്റെ മന്ത്രം മാറ്റി ചൊല്ലി, അതിൻ്റെ ദോഷം. ഇങ്ങനെ കുറേ ദോഷങ്ങളാണ് നടിയിൽ കൂടെ പറഞ്ഞിരിക്കുന്നത്. കുറച്ച് വേറെ പ്രായോഗിക തലത്തിലുള്ള ദോഷങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോഴിപ്പോഴത്തെ ഇത്തരം പൂജകളും ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ ദോഷം ഇവിടെ പോയി അനുഭവിക്കും. ഈ വരുന്ന ജനമല്ല ഇവർ സമർപ്പിക്കുകയല്ല. ഇപ്പം കാവ്യ പോയി ബലി പുഴയോരത്ത് ചെയ്യുമ്പോൾ
എൻ്റെ ഭഗവാനെ എൻ്റെ പൂർവികർക്കെല്ലാം അനുഗ്രഹം വരണം, അവർക്ക് ശാന്തി കിട്ടണം ആത്മാവിന്, എനിക്കും അവരെ കൊണ്ടുള്ള അനുഗ്രഹങ്ങൾ കിട്ടണമെന്നല്ലേ പ്രാർത്ഥിച്ച് ചെയ്യുന്നത്. ഇതെല്ലാം മാറ്റാനായിട്ടൊരു മീഡിയേറ്ററായിട്ട് ഈ പൂജാരി അല്ലെ ആ പുരോഹിതൻ അവിടെ ഇരിക്കുന്നതല്ലേ നമ്മുടെ ധാരണ. അപ്പോൾ നമ്മളിതെല്ലാം സമർപ്പിക്കുമ്പോൾ ഇതെല്ലാം മാറ്റേണ്ടതും അതിൽ സൽക്കർമ്മ നിരതനായി ഇരിക്കേണ്ടതും ആരാണ്? പൂജാരിയല്ലേ, ആ പുരോഹിതനല്ലേ. അയാൾ അങ്ങനെയല്ലെങ്കിൽ അതിൻ്റെ ദോഷം ആരായിരിക്കും അനുഭവിക്കുന്നത്? കാവ്യമല്ല, അയാളായിരിക്കും അനുഭവിക്കുന്നത്. തൽക്കാലം കിട്ടുന്ന ധന ലക്ഷ്യം വെച്ചുകൊണ്ടാവരുത്. ഞാൻ അന്ന് അതിശയിച്ചു പോയി, ഇതെന്തു നടക്കുന്നേ. അന്ന് ഞാൻ 27 വർഷം മുമ്പാണിത് എന്ന് നടക്കുന്നത്. എന്നിട്ട് അയാളിങ്ങനെ ചൂടാകും. കാരണം അതിൽ അപ്പം എൻ്റെ കൂടെ വന്ന ആളിനും ഭ്രമം, കൂടുതൽ ആളുള്ള കുടിലിലേക്ക് പോകാനാ, കൂടാരത്തിലേക്ക് പോകാനാ അവൻ്റെ ലക്ഷ്യം. അപ്പം ഞാൻ പറയുന്നതിൽ കൂടുതൽ ആൾ കയറുന്ന ഹോട്ടലിൽ തന്നെ ഞാനും കയറി കഴിക്കും എന്ന് പറയുന്ന പോലെയാണല്ലോ. ഞാൻ പറഞ്ഞ ആൾ കുറവുള്ളിടത്തേക്ക് പോകൂ. അവിടെ ചെന്ന് ഒരു പക്ഷേ കൂടുതൽ മന്ത്രമൊക്കെ ആ ചെയ്യേണ്ട രീതിയിൽ തന്നെ നടക്കും. ഒരുപാട് വിളമ്പുന്ന ആഹാരമാണെങ്കിൽ സാമ്പാറിനകത്ത് കഞ്ഞിവെള്ളവും ഒഴിക്കുമെന്ന് പറഞ്ഞ പോലെ ആവുമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു തിരക്കില്ലാത്തടത്ത് കയറിയാൽ മതി. അപ്പോൾ ഇയാളങ്ങ് ശണ്ട കൂടുക തിരക്കുള്ളിടത്തിനും. അത് അവിടെ അയാൾ കൂടുതൽ കാര്യം അറിയാമായിരിക്കും. ഞാൻ പറഞ്ഞു ചുമ്മാതിരിക്കും, ഇവിടെ കയറി. ഇവിടെ വന്നപ്പോൾ ഇയാൾ കാണിക്കുന്ന ശിങ്കടിയോട് അവിടുന്ന് ആളുകളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാൻ നിനക്കെന്താ മെഡിക്കില്ലാത്ത എന്നുള്ള ചൂടാവുകയല്ല. ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ബലിതർപ്പണത്തിന് നമ്മൾ ക്ഷേത്രപിണ്ഡ ശൈലിയിൽ ബലിയിടുന്ന ആ ഒരു സമ്പ്രദായം ഇവിടെങ്ങും നമ്മുടെ നാടുകളിൽ കൂടുതൽ നടപ്പില്ല. ഇതുപോലെ രാമേശ്വരത്തും കാശിയിലും ഒക്കെ പോയാൽ നടക്കും. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി ചെയ്യുന്ന നല്ലതാണ്. പിന്നെ അറിവുള്ളവർ അങ്ങിങ്ങൊക്കെ ഉണ്ട്. അത് പിന്നെ വേറൊരു വിഷയം വന്നിരിക്കുന്നത്, അത് കൂടുതലും ഈ തമിഴ് ബ്രാഹ്മണരും അങ്ങനെയുള്ള കുറച്ച് ആളുകൾ മാത്രമാണ് കൂടുതൽ അല്ലാതുള്ള സ്ഥലങ്ങളിൽ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് മാറിയിട്ട് ബലിയിടണമെന്ന് പറഞ്ഞാൽ ഉടനെ ഇപ്പോൾ അമ്പലങ്ങളിൽ ചെയ്യുന്നത്, അമ്പലങ്ങളിൽ പോയി ബലിയിടുക, പിതൃബലി എന്നൊരു രസീത് എഴുതിപ്പിക്കുക, പിതൃപൂജ എന്ന് പറഞ്ഞ് രസീത് എഴുതിപ്പിക്കുക. അപ്പോൾ പൂജാരിമാർ പൂജിക്കുന്ന ആളോട് ചോദിച്ചാൽ അതും പറയുന്നില്ലേ. അപ്പോൾ പിതൃപൂജ പിതൃബലി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവുക. അതിനേക്കാൾ ഭേദം ഇത് വർഷത്തിലൊരിക്കൽ നിങ്ങളിങ്ങനെയുള്ള ദേശത്ത് പോവുക. ഞാൻ പിന്നെ കുറച്ച് സൂക്ഷ്മമായിട്ട് ബലിയിടുന്ന ഈ വടക്കൻ കേരളത്തിൽ ഈ ഒരു നദിയുടെ തീരത്ത് സ്ഥലം പോയത്, ഞാനൊരിക്കൽ വഴിതെറ്റി കാർ ഓടിച്ച് അവിടെ ചെന്നിട്ട് ബലിയൊക്കെ ഇടുന്നത് ഞാൻ കണ്ടു. ഒരു ശ്മശാനം തിരുവല്ലുവാമലയിൽ, തിരുവല്ലുവാമല, അവിടെ ചെന്നപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് ആ ബലി കുറച്ച് ഇതായിട്ട് ഗുണകരമായിട്ടൊക്കെ കണ്ടു. ഞാൻ കണ്ടതില്ല, ബാക്കിയുള്ളിടത്തും ഉണ്ടായിരിക്കാം, ഞാൻ കാണുന്നില്ല. അതെനിക്ക് കുറച്ച് തെക്കൻ കേരളത്തിലൊക്കെ ചെയ്യുന്നതിനേക്കാളും ഞാൻ കുറേ ഭേദമായിട്ട് കണ്ടു. അപ്പോൾ അതുപോലെ നമ്മൾ ഇത് ചെയ്യേണ്ടതിന് ശരിക്കും രാമേശ്വരം തിരഞ്ഞെടുക്കുന്ന കൂടുതൽ ഉത്തമമായിരിക്കും. അത് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ദോഷാധിക്യം ഉണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റാൻ നമ്മൾക്ക് കഴിയുമെന്നുള്ളതിനേക്കാൾ ഉപരി നമുക്കൊരു ആന്തരിക പരിവർത്തനം നടക്കും ഇത് കഴിയുമ്പോൾ എന്നുള്ളത് പരമസത്യമാണ്. താങ്ക് യു സർ. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.